പരിഹസിച്ചോ, എത്ര വേണമെങ്കിലും പരിഹസിച്ചോ. പക്ഷേ ഈ പരിഹാസത്തിനൊക്കെ ഒടുവിൽ വീടിന്റെ മൂലയിലിരുന്ന് ഭർത്താവിനെ ഓർത്ത് പൊട്ടിക്കരയേണ്ട ഒരവസ്ഥ വരും നിനക്ക്. അതിനി അധിക ദൂരത്തിലല്ല. ഈ CKCയുടെ ദേഹം ഒന്ന് നുള്ളി നോവിച്ച ഒറ്റ ഒരുത്തനെയും മരണവെപ്രാളം അറിയിക്കാതെ CKC വിട്ടിട്ടില്ല. അതാണ് ചരിത്രം. ആ ചരിത്രം ആവർത്തിക്കും ഗൗതമിന്റെ കാര്യത്തിൽ. നിന്ന് വളവളാന്ന് സംസാരിക്കാതെ വേഗം മാറ്ററിലേക്ക് വാ CKC. നിന്റെ കെട്ടിയോൻ കാണിച്ച പരാക്രമത്തിനെയൊക്കെ ഞാൻ ഒറ്റ അർത്ഥത്തിലാ കാണുന്നത്. പരാജയപ്പെട്ടവൻ ആ പരാജയ ഭീതിയിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുകയും ചവിട്ടേറ്റ് വീണ്ടും വീണ്ടും തോൽവിയിലേക്ക് വീഴുകയും ചെയ്തപ്പോ ഉണ്ടായ ഫ്രസ്ട്രേഷൻ, അതല്ലേ അവൻ ഇന്നലെ തീർത്തത്. നിന്റെയൊക്കെ ഒരു പെർജറി കേസ്. കൃത്യമായൊരു സാക്ഷിയെ പോലും ഹാജരാക്കാനില്ലാതെ ആ ഹർജി കൊണ്ടുവന്ന് കോടതിയുടെ ശിപായിയെ ഏൽപ്പിക്കാൻ പോലും പറ്റില്ല നിനക്ക്, അറിയോ? നീയൊക്കെ എന്താ കരുതിയത്? പവിത്രൻ നിനക്കൊക്കെ അനുകൂലമായി മൊഴി തരുമെന്നോ? CKCയും ജ്യോതിർമയും പറഞ്ഞിട്ടാണ് പ്രണവിനെ പിടിച്ചുകൊണ്ടുപോയി പൂട്ടിയിട്ടതെന്ന് അവൻ കോടതിയിൽ വന്ന് ഛർദ്ദിച്ചു വെക്കുമെന്നോ? പവിത്രൻ വരില്ല. അങ്ങനെ ചിന്തിച്ചാൽ തന്നെ ജയിലിലെ സെല്ലിൽ കിടന്ന് പാതി മയക്കത്തിൽ അവന്റെ ഭാര്യയുടെയും കുഞ്ഞിന്റെയും ശവശരീരം സ്വപ്നം കണ്ട് ഞെട്ടി ഉണരും പവിത്രൻ. പിന്നെ ആ ഡോക്ടർ എന്റെ കസ്റ്റഡിയിൽ കിടന്ന് പ്രണവ് ചത്ത് പണ്ടാരം അടങ്ങണ്ടെന്ന് കരുതി മാത്രമാണ് ആ ഡോക്ടറെ ചികിത്സിക്കാനായി കൊണ്ടുപോയത്. അയാളെ സ്വന്തം പക്ഷത്ത് ചേർക്കാനുള്ള നിന്റെയൊക്കെ ശ്രമവും ഞാൻ എങ്ങനെ 8 മടക്കി തിരികെ തന്നുവെന്ന് നിങ്ങൾ രണ്ടും കണ്ടതല്ലേ? നടക്കില്ല നിധി, നടക്കില്ല. ആകെയുള്ള 2 സാക്ഷികളും അസ്തമിച്ച സ്ഥിതിക്ക് ഇനി ആ പെർജറി കേസുമായി 1 മില്ലിമീറ്റർ മുന്നിലേക്ക് സഞ്ചരിക്കാനാവുന്ന പ്രതീക്ഷ വേണ്ട നിങ്ങൾക്ക്. ഞാനൊന്ന് ചോദിച്ചോട്ടെ വിശിഷ്ടാതിഥി CKCയോട്. സത്യത്തിൽ ഞങ്ങൾ പെർജറി കേസ് ഫയൽ ചെയ്യുന്നു പറഞ്ഞപ്പോ നിങ്ങൾ ശരിക്കും ഒന്ന് ഭയന്നില്ലേ? അതുകൊണ്ടല്ലേ പ്രണവിനെ വീട്ടിലേക്ക് അയച്ച് ആ കേസുമായി മുന്നോട്ട് പോകരുതെന്ന് അമ്മയുടെ മുൻപിൽ യാചിച്ചത്? വലിയൊരു കോംപ്രമൈസ് ഇക്വേഷൻ ആണ് പ്രണവ് മുന്നോട്ട് വെച്ചത്. CKC എന്ന ശാസ്ത്രജ്ഞൻ തയ്യാറാക്കി കൊടുത്ത സമവാക്യം. പെർജറി കേസുമായി മുന്നോട്ട് പോകാതിരുന്നാൽ സ്വത്തും ബിസിനസ്സും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രണവിന്റെ കേസിൽ നിന്നും അവൻ പിന്മാറി തരാമെന്ന്. അങ്ങനെ ഒരു സമവാക്യം കൊണ്ടും തനിക്കെതിരെയുള്ള ഞങ്ങളുടെ നീക്കത്തിന് തടയിട്ട് കളയാമെന്നോ സാക്ഷികളെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും കൂടെ നിർത്തിയെന്ന് കരുതി ഞങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങുമെന്നോ പ്രതീക്ഷിക്കേണ്ട CKC. ആ കേസുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് മാത്രമല്ല, ഇനി ഒരു സംഭവം കൂടി പറഞ്ഞുതരാം. അതിഗംഭീരമായി നിങ്ങൾ നിങ്ങളുടെ പിറന്നാൾ ആഘോഷിക്കാൻ പോവല്ലേ? കേൾക്കുമ്പോ നിങ്ങൾക്ക് പോലും അത്ഭുതം തോന്നുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ആ പിറന്നാൾ ഫംഗ്ഷനിലേക്ക് ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാൻ ഗൗതം ഗോപിനാഥിനെ എല്ലാ ആദരവുകളോടെയും നിങ്ങൾക്ക് ക്ഷണിക്കേണ്ടി വരും. ചിരിക്കണ്ട, ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ. ആ ഫംഗ്ഷനിലേക്ക് നിങ്ങൾ ഗൗതമിനെ ക്ഷണിച്ചു വരുത്തുമെന്ന് മാത്രമല്ല, നിങ്ങളാൽ ക്ഷണിക്കപ്പെട്ടെത്തിയ അതിഥികളുടെ മുൻപിൽ വെച്ച് അച്ഛൻ ആരാണെന്ന് അറിയാത്തവനെന്ന് വിളിച്ച് ഗൗതമിനെ അപമാനിച്ചതിന് പകരം പരസ്യമായി മാപ്പ് ചോദിക്കേണ്ടി വരും CKCക്ക്. നിന്റെ ഈ വെല്ലുവിളിയുടെ ആവേശത്തിന് കാരണം എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്റെ ഗതികെട്ട പഴയ കാലത്ത് എനിക്ക് പറ്റിപ്പോയൊരബദ്ധം. എന്റെ പഴയ പ്രണയിനി നിർമ്മല, അവള് നിന്റെ കസ്റ്റഡിയിലാണെന്നും അവളെ എനിക്കെതിരെ തിരിക്കാനാവുമെന്നുള്ള ചിന്തയായിരിക്കും നിന്റെ ഉള്ളിൽ. അത് നടക്കില്ല നിധി. ആ നിർമ്മലയെ മാത്രമല്ല, അവളിൽ എനിക്ക് ജനിച്ച അധികം വന്നൊരു ആന്തരിയുണ്ടല്ലോ, അവനെ ഞാൻ തീർക്കും.
രണ്ടെണ്ണത്തിനും കൂടി ഒറ്റ കുഴിയായിരിക്കും ഞാൻ ഒരുക്കാൻ പോകുന്നത്. നിർത്തടോ. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത തന്റെ ഈ വാക്കുകൾക്കൊക്കെ ഞാൻ പുല്ല് വിലയാ കൽപ്പിക്കുന്നത്. നിർമ്മല ആന്റിയോ ആന്റിയുടെ മകനെയോ ഒന്ന് തൊടാനുള്ള ഭാഗ്യം പോലും നിങ്ങൾക്ക് കിട്ടില്ല. അതിനു മുൻപേ പേർജറി കേസിൽ നിങ്ങൾ ജയിലിൽ പോയിരിക്കും. ആ കേസിൽ നിനക്ക് വിജയിക്കണമെങ്കിൽ ഈ CK ചന്ദ്രബോസ് നേരിട്ട് കോടതിയിൽ ഹാജരായി എനിക്കെതിരെ തന്നെ മൊഴി കൊടുക്കേണ്ടി വരും. എന്താ വേണം? എന്നെ ജയിലിലേക്ക് അയക്കാമെന്ന ചീട്ടുകൊട്ടാരം കെട്ടി അതിൽ കാറ്റടിക്കാതെ കാവലിരിക്കേണ്ട ഭാര്യയും ഭർത്താവും. സ്വയം പുകഴ്ത്തുകയാണെന്ന് കരുതരുത്. എനിക്ക് ജന്മസിദ്ധമായി കിട്ടിയൊരു കഴിവുണ്ട്. എത്രയൊക്കെ തെറ്റുകൾ ചെയ്താലും അതിൽ നിന്നെല്ലാം ഞാൻ തടിയും തലയും ഊരിപ്പോയിക്കൊണ്ടേയിരിക്കും. തെറ്റുകൾ ചെയ്തു കൂട്ടുന്നതിനെയും ചതിയും തന്ത്രവും കൊണ്ട് അതിൽ നിന്നും രക്ഷപ്പെടുന്നതിനെയും സ്വന്തം കഴിവായി വാഴ്ത്തി പാടുന്നതിൽ നാണം തോന്നുന്നില്ലേ നിങ്ങൾക്ക്? ഇല്ലെന്നേ, ഒരു നാണവും തോന്നുന്നില്ല. വേണമെങ്കിൽ കുറച്ചുകൂടി കൃത്യതയോടെയും വ്യക്തതയോടെയും ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. അതെ, ഞാൻ തന്നെയാണ് പ്രണവിനെ തട്ടിക്കൊണ്ടു പോകാനുള്ള കഥ മെനഞ്ഞതും തന്ത്രമുണ്ടാക്കിയതും നടപ്പിലാക്കിയതും. അതെന്തിനാണെന്നറിയോ? നിന്റെ കെട്ടിയോൻ ഗൗതം ഗോപിനാഥിനെ അകത്താക്കാൻ വേണ്ടി തന്നെയായിരുന്നു. ഞാൻ തന്നെ ആളിനെ വെച്ച് പ്രണവിനെ പിടിച്ചുകൊണ്ടുപോയി പൂട്ടിയിട്ടിട്ട് നിയമത്തിന്റെ മുന്നിലും പ്രണവിന്റെ മുന്നിലും ഗൗതമിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊടുത്തു. അവൻ അന്തസ്സായിട്ട് അങ്ങ് അകത്ത് പോവുകയും ചെയ്തു. ഒരു പൊട്ട ഭാഗ്യത്തിന് ആ പവിത്രനെ മയക്കി കൂടെ നിർത്തി മൊഴി മാറ്റി പറയിപ്പിച്ചുകൊണ്ട് ഗൗതമിനെ പുറത്തു കൊണ്ടുവരാൻ നിനക്കായി. പക്ഷേ ഒരു സത്യം നിനക്കറിയൂ, ശിവാനിയുടെയും പ്രണവിന്റെയും ഉള്ളിൽ നിങ്ങളോടുള്ള പകയുടെ വിഷയത്തിൽ സയനൈഡാണ് ഞാൻ അതിലൂടെ കടത്തിയത്. ആ പവിത്രനെ നീ രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയി നിന്റെ പക്ഷം ചേർത്തപ്പോ ആ സമയത്ത് ഞാനൊന്ന് ഭയന്നു. അവൻ എന്നെ ഒറ്റുമോ എന്ന പേടി. പക്ഷേ എനിക്കറിയാവനെ, ഭാര്യയും മകളെയും ജീവനാണവന്. അതുകൊണ്ടാ അവരെ തന്നെ എന്റെ കത്തിമുനയിൽ നിർത്തിക്കൊണ്ട് ഭീഷണിപ്പെടുത്തി പവിത്രനെ ഞാൻ പിന്തിരിപ്പിച്ചത്. ആ പരനാറി കോടതിയിൽ എന്റെ പേര് പറഞ്ഞില്ല എങ്കിലും ഗൗതമിനെ കൂടി രക്ഷപ്പെടുത്തി വിട്ടിട്ട് സ്വയം കുറ്റമേറ്റെടുത്തു കളഞ്ഞു. അതിനുള്ള ശിക്ഷ